ഇന്നൊരു ബട്ടർസ്കോച്ച് സോസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ഐസ്ക്രീമിനും ബട്ടർസ്കോച്ച് കേക്കിനൊക്കെ ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സോസ് റെഡിയാക്കാനായിട്ട് ഇനി ഒരു പാൻ നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഏറ്റവും ലോ ആക്കിയിട്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തിട്ടുള്ളത്. 1/2 കപ്പിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഒട്ടും കൂട്ടരുത്. ഇതിപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു ഹണിയുടെ ഒരു കളറിലേക്ക് വരണം. ഇത് നന്നായി മെൽറ്റ് ആയതിനു ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇത് സോൾട്ടഡ് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ സോൾട്ടഡ് ആയതുകൊണ്ട് ഞാൻ ഇനി എക്സ്ട്രാ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വേണം ബട്ടർ ചേർത്ത് കൊടുക്കാനായിട്ട്. ബട്ടർ കംപ്ലീറ്റ് മെൽറ്റ് ആയതിനു ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഈ കാരമലും ബട്ടറും കൂടി. ഇപ്പോൾ ആ കാരമലും ബട്ടറും എല്ലാം മിക്സായി. ഇനി ഫ്ലെയിം ഓൺ ആക്കുക. ഇത് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ക്രീം ഇട്ട് കൊടുക്കുക. കുറച്ച് വെച്ചിട്ടാൽ മതി. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കാരമലെല്ലാം കൂടി കട്ട പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നേരം ഇളക്കിയിട്ടൊക്കെ വേണം പിന്നെ അത് മെൽറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റും ചേർക്കരുത്. ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുക. കാരണം നമ്മളിത് മിക്സ് ചെയ്യുന്നതോറും ഇത് കട്ടിയാകും. അപ്പം ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് അങ്ങ് മിക്സാക്കി അങ്ങ് നിർത്തുക. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കും. പിന്നെ തണുക്കുമ്പോൾ അത് വീണ്ടും തിക്കാകും. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് മാറ്റി വെച്ച ആ ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒരു പോറിങ് കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. ഒത്തിരി ആയി കഴിഞ്ഞാൽ ഇത് വീണ്ടും തിക്കായി പോകും. വീണ്ടും തണുക്കുമ്പോൾ അത് വീണ്ടും തിക്കാകും. അപ്പോൾ അതുകൊണ്ട് ഇത് മതി. ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. 3 മിനിറ്റിൽ കൂടുതൽ വെക്കരുത്. ഇനി ഒരുപാട് തിക്കായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഒന്നിലെ ഡബിൾ ബോയിൽ മെത്തേഡിലോ അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ചൂടുവെള്ളത്തിലോ ഇട്ട് ഇനി എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷ് ക്രീം ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം ആണെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ പകുതി ക്രീമും പകുതി പാലും അങ്ങനെ തന്നെ ചേർക്കാം. അപ്പോൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അത്ര അളവിൽ തന്നെ വേണം ക്രീം ഏതാണെങ്കിലും ചേർക്കാനായിട്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.